വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത ഒരു വീഡിയോ ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 20K റുപ്പീസാണ്. സിംഗിൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡൈഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിൽ വരുന്ന അടുത്ത ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും കൂടി നമുക്ക് പഠിക്കാം. ആ പ്രിപ്പറേഷനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ബോഷ് പ്രോസസ്. പേര് നമ്മളതിനെ പഠിക്കണം നിർബന്ധമില്ല, എങ്കിലും ഇത് ഓർത്തിരിക്കുക. BOSCH ബോഷ് പ്രോസസ്സ് എന്ന പേരിലാണ് ഈ സംഗതി അറിയപ്പെടുന്നത്. ഇപ്പോൾ ബോഷ് പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ CaH2, അതായത് ഹൈഡ്രോലിത്തും വാട്ടറും തമ്മിലുണ്ടാകുന്ന ഒരു കോമ്പിനേഷൻ്റെ ഫലമായിട്ട് ഹൈഡ്രജൻ ഇവിടെ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് ഈ ബോഷ് പ്രോസസ്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഫോർമുല അപ്പോൾ ഇതിങ്ങനെയാണ് വരിക: CaH2 + 2H2O ഗീവ്സ് നമുക്കപ്പോൾ എന്ത് ഫോം ചെയ്യും? CaOH ട്വൈസ് പ്ലസ് എന്ത് വരും? ഹൈഡ്രജൻ ഗ്യാസ് നമുക്കിവിടെ ഫോം ചെയ്യണം. അപ്പോൾ CaH2 എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു പോയിൻ്റായിട്ട് വേണമെങ്കിൽ ഈ റിയാക്ഷനെ ഇങ്ങനെ എഴുതാം. അതായത് by the action of ഹൈഡ്രോലിത്ത്. ഈ ഹൈഡ്രോലിത്ത് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് CaH2, ഹൈഡ്രോലിത്ത് ഓൺ വാട്ടർ. ജലവുമായിട്ട് ഹൈഡ്രോലിത്ത് അല്ലെങ്കിൽ CaH2 റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ CaOH ട്വൈസും അതുപോലെ തന്നെ ഹൈഡ്രജൻ വാതകവും ഫോം ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ബോഷ് പ്രോസസ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡാണ് മീഥെയിനും സ്റ്റീമും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റിയാക്ഷൻ ഏതാം? ബൈ ദി reaction of methane and steam. അതായത് മീഥെയിനും സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്? നീരാവി. അത് തമ്മിൽ പ്രതിപ്രവർത്തിക്കുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഫോർമുല പഠിച്ചിരിക്കുക. CH4 എന്ന് പറയുകയാണെങ്കിൽ അത് മീഥെയിൻ ആണ്. അതിലേക്ക് എന്ത് ചെയ്യുന്നു? H2O വേപ്പർ സ്റ്റേറ്റിലുള്ള വാതക രൂപത്തിലുള്ള സ്റ്റീം നമ്മൾ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഉൾപ്രേരകം, അതാണ് ഈ കാറ്റലിസ്റ്റ് നമ്മളവിടെ ഉപയോഗിക്കണം. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറണം? ഉയർന്ന ടെമ്പറേച്ചർ ആകണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാർബൺ മോണോക്സൈഡും അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? വാതക രൂപത്തിലുള്ള ഹൈഡ്രജനും ഫോം ചെയ്യും എന്നുള്ളൊരു കാര്യവും നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം മനസ്സിലാക്കണം. കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന പേരിൽ നമുക്കിവിടെ പറയുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഹൈഡ്രജൻ, ചില ആസിഡുകളുണ്ട്. ഈ ആസിഡുകളിൽ നിന്നും നമുക്ക് ഹൈഡ്രജനെ ഫോം ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളോട് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം യെസ് എന്ന് തന്നെയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക മെറ്റൽസ്, ലോഹങ്ങൾ ഡൈലൂട്ട് HCl അതുപോലെ തന്നെ H2SO4 റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ഫോം ചെയ്യും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഹൈഡ്രജൻ ഫോം ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഹൈഡ്രജൻ ഫ്രം ആസിഡ്സ്. അപ്പോൾ കണ്ടീഷൻ ഇപ്പോൾ എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ലോഹങ്ങളും ഡൈലൂട്ട് ആസിഡുകളായിട്ടുള്ള HCl അതുപോലെ തന്നെ H2SO4 ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് പഠിക്കുക. Zn + H2SO4 റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ
ZnSO4 പ്ലസ് H2 എന്ന് പറയുന്നത് റിലീസ് ചെയ്യും. അതുപോലെ തന്നെ 2Na പ്ലസ് ഡൈല്യൂട്ട് H2SO4 ഗീവ്സ് എന്താണ് വരിക, Na2SO4 പ്ലസ് H2 എന്ന് പറയുന്നത് റിലീസ് ചെയ്യും. അതുപോലെ തന്നെ Mg പ്ലസ് 2HCl ഗീവ്സ് നമുക്ക് എന്ത് വരും, MgCl2 പ്ലസ് H2 എന്ന് പറയുന്ന പ്രോഡക്റ്റും നമുക്കവിടെ ഫോം ചെയ്ത് വരും. അതുപോലെ തന്നെ FeAl എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം അതെന്താണ്, അയൺ ആണെന്ന് അറിയാം. Al അലുമിനിയം ആണ്. ആൻഡ് മെനി അതർ മെറ്റൽസ് പ്ലേസ്ഡ് എബവ് H ഇൻ ദ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ്രജൻ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഇത് H ആണെന്ന് വിചാരിക്കുക. അപ്പോൾ Hൻ്റെ മുകളിൽ വരുന്ന ഏത് മെറ്റൽസ് ഉപയോഗിക്കുകയാണ് നമുക്കറിയാലോ, ഇലക്ട്രോകെമിക്കൽ സീരീസിൻ്റെ ഈ ഇലക്ട്രോ പൊട്ടൻഷ്യൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മുകളിൽ വരുന്ന Feal പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ്രജൻ റിലീസ് ചെയ്യുവാനായിട്ട് പറ്റും. പഠിക്കുക. അടുത്ത വീഡിയോയിൽ ബാക്കി പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം.